എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, പ്രേക്ഷകരെ, നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സാദരം സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ്. എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? അതായത് എങ്ങനെ ഒരു മലയാള വാക്യത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാം എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കാം, ഓർമ്മയില്ലെങ്കിൽ. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള മലയാള വാക്യഭാഗത്തിലെ വാക്യഭാഗങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്, അല്ലേ? അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം? അതായത് രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം? ഈ വാക്യഭാഗങ്ങളെ ഇംഗ്ലീഷിലെ വാചകത്തിൻ്റെ ക്രമത്തിൽ നമ്മൾ വീണ്ടും അടക്കണം, ഒന്ന് മാറ്റി എഴുതണം എന്നർത്ഥം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വാക്യഭാഗത്തിനും തത്തുല്യമായ ഇംഗ്ലീഷ് വാക്യഭാഗം എഴുതുക. കഴിഞ്ഞു. നമ്മൾ തന്നിട്ടുള്ള മലയാള ഭാഗത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ശരി തെറ്റില്ലാത്തതുമായ ഇംഗ്ലീഷ് വാക്യമായി. അത്രയേ ഉള്ളൂ മലയാള വാക്യത്തെ ഇംഗ്ലീഷിലാക്കാൻ. ഇതാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അതിൽ ഇംഗ്ലീഷ് വാക്യഭാഗത്തിന് എത്ര ഭാഗം ഉണ്ടായിരിക്കും നമ്മൾ പഠിച്ചു. പ്രധാനമായി ഉണ്ടായിരിക്കുക കർത്താവിനെ കുറിക്കുന്ന വാക്യഭാഗം ആദ്യം ഒന്നാമത് വരും. അതിനുശേഷം രണ്ടാമത് ക്രിയയെ സൂചിപ്പിക്കുന്ന വാക്യഭാഗം വരും. അതിനുശേഷമാണ് കർമ്മത്തെ സൂചിപ്പിക്കുന്ന വാക്യഭാഗം വരിക എന്ന് നമ്മൾ പഠിച്ചു. ഇതാണ് പ്രധാന വാക്യഭാഗം എന്നും പഠിച്ചു. ഇവയെല്ലാം ഈ കർമ്മത്തിനും ശേഷം ഏറ്റവും ഒടുവിലാണ് ക്രിയാവിശേഷണം എന്ന വാക്യഭാഗം എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ക്രിയാവിശേഷണം? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ല. അതായത് ക്രിയയുടെ പ്രത്യേകത വിവരിക്കുന്ന വാക്യഭാഗമാണ് എന്ത്? ക്രിയാവിശേഷണം. ക്രിയാവിശേഷണ വാക്യഭാഗം എന്താണ്? എപ്പോഴും നമുക്ക് എന്തുണ്ടാവും? വിശേഷത അറിയാൻ ഒരു ജിജ്ഞാസ ഉണ്ടാകും, അല്ലേ? നമ്മൾ ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയെ കഴിഞ്ഞിട്ട് നമ്മൾ സുഹൃത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിനെ കാണാൻ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചോദിക്കുക? എന്താ വിശേഷം എന്നാണ് ചോദിക്കുക. അപ്പോൾ വിശേഷം അറിയാനായിട്ട് നമുക്കൊക്കെ ഒരു സവിശേഷമായ ഒരു ജിജ്ഞാസ ഉണ്ടാകും. അത് മനുഷ്യ സഹജമാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വിശേഷം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാക്യങ്ങൾ എഴുതുമ്പോൾ ക്രിയയുടെ വിശേഷതയായ ക്രിയാവിശേഷണ വാക്യമാണ് മലയാളത്തിൽ ആദ്യം എഴുതുന്നത്. അതാണ് അതിന് കാരണം. ഒരു കാര്യം എപ്പോൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിശേഷതയാണ്. കാരണം ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എഴുന്നേൽക്കുന്ന കാര്യം എടുക്കുക, അത് നമുക്ക് പുലർച്ചെ ചെയ്യാം, ഇല്ലേ? അല്ലെങ്കിൽ രാവിലെ ചെയ്യാം. 10 മണിക്ക് 11 മണിക്കാണ് എനിക്ക്. ഇപ്പോൾ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വരുന്നത് 11 മണിക്കാണ്, അല്ലേ? കാരണം അവർ മൊബൈലും മറ്റും ടി വി കണ്ടിട്ട് കിടന്നുറങ്ങാൻ വൈകി എണീക്കുമ്പോൾ 11 മണിക്ക് എഴുന്നേൽക്കുന്നു. അപ്പോൾ എഴുന്നേൽക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴാണ്? 11 മണിക്ക് എന്നുള്ളത് ഇപ്പോഴത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് 11 മണിക്ക് എന്നുള്ളത് ക്രിയാവിശേഷണ വാക്യമാണ്. കാരണം അതൊരു വിശേഷതയാണ്. അപ്പോൾ അവൻ പാന്നരയ്ക്ക് പല്ല് തേക്കുന്നു. പല്ല് തേക്കുന്നതിൻ്റെ വിശേഷത എപ്പോഴാണ് പല്ല് തേക്കുന്നത്? 11:30. അപ്പോൾ 11:00 പല്ല് തേക്കുന്നു. 11:30 എന്നുള്ളത് എന്താണ്? ക്രിയാവിശേഷണ വാക്യമാണ്. അപ്പോൾ സമയത്തെ കുറിക്കുന്ന ഏത് സമയത്ത് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അല്ലേ? നമ്മൾക്ക് ഇപ്പോൾ 9 മണിക്ക് ഊണ് കഴിക്കുകയാണെങ്കിൽ അവർക്ക് 9 മണിയാൾക്ക് വിശക്കും. അതുകൊണ്ട് നമുക്ക് അറിയാതെ നമ്മൾ ആ 9 മണി സമയം വാച്ച് നോക്കാതെ തന്നെ അറിയും. കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് നമുക്ക്. കാരണം 9 മണിക്ക് കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വൈകുന്നേരം 8 മണിക്ക് 9 മണിക്ക് കഴിച്ചിട്ട് കാര്യമില്ലേ? ഇല്ലല്ലോ. അപ്പോൾ ഈ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതൊരു വിശേഷതയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സ്ഥലം. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ സ്ഥലം വേണം. സ്ഥലമില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ എവിടെ വെച്ച് ചെയ്യുന്നു എന്നുള്ള വിശേഷതയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഉറങ്ങുന്നു എന്നുള്ളത് എവിടെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. കട്ടിൽ കിടന്നുറങ്ങാം, തൊട്ടിൽ കിടന്നുറങ്ങാം, വീട്ടിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ നിലത്ത് കിടന്നുറങ്ങാം, ബസ്സിൽ കിടന്നൊക്കെ ഉറങ്ങാം. അപ്പോൾ ഉറങ്ങുന്നത് എവിടെ വെച്ച് ചെയ്യുന്നുള്ള അതിൻ്റെ പ്രത്യേകതയാണ്. അതിനാൽ അതും എന്താണ്? ക്രിയാവിശേഷണമാണ്
ക്രിയയുടെ വിശേഷത അഥവാ പ്രത്യേകത എടുത്തു പറയുന്നതുകൊണ്ട് അത് ക്രിയാവിശേഷണമാണ്. അതുപോലെ തന്നെയാണ് എങ്ങനെ ചെയ്യുന്നുള്ളത്. പാടുന്നു, മനോഹരമായി പാടാം അല്ലേ? അപ്പോൾ എങ്ങനെ പാടുന്നു എന്നുള്ളത് പാടുന്നതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് മനോഹരമായി എന്ന വാക്യഭാഗം പാടുന്ന എന്ന ക്രിയയുടെ വിശേഷതയുണ്ട്, അതും ക്രിയാവിശേഷണമാണ്. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ എപ്പോൾ ചെയ്യുന്നു, എവിടെ വെച്ച് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ഭാഗങ്ങളെല്ലാം ക്രിയാവിശേഷണ വാക്യഭാഗമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനുണ്ട് കുറച്ചുകൂടി ക്രിയാവിശേഷണമൊക്കെ ഉണ്ട്. ഇതാണ് മുഖ്യമായവ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ സമയത്തെ കുറിക്കുന്നതും സ്ഥലത്തെ കുറിക്കുന്നതും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് രേഖപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യും? ഇത് ആദ്യം വയ്ക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ നോക്കുക, കല്യാണക്കുറിക്ക് അടിക്കുമ്പോൾ നമ്മൾ അതിൽ ഈ സ്ഥലം സമയമൊക്കെ പ്രത്യേകം നമ്മൾ അതിൽ അച്ചടിച്ചിട്ടുണ്ടാവും. കലണ്ടറിൻ്റെ പടവും അതുപോലെ ക്ലോക്കിൻ്റെ പടമൊക്കെ വെച്ചിട്ട് സമയത്തെ കുറിക്കുന്നത് പ്രത്യേകം ശ്രദ്ധ പിടിച്ച് പറ്റുന്നതിൽ നമ്മൾ അച്ചടിച്ചിട്ടുണ്ടാവും. കവറിന് പുറത്തും വരാതെ അച്ചടിച്ചിട്ടുണ്ടാവും. കാരണം എന്താ? അതിന് ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താ? കെട്ടിൻ്റെ സമയം, കെട്ട് നടക്കുന്ന ആ സമയം നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സമയം. കാരണം എന്താ? എല്ലാവരും അത് പ്രത്യേകം അറിയാൻ ആഗ്രഹിക്കും. കാരണം കെട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കെട്ടിന് പോകാൻ പറ്റില്ല, ഊട്ടിനെങ്കിൽ അത്ര എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് സമയം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ സ്ഥലവും, നമുക്ക് ആ സ്ഥലം അവർ അതിൽ പ്രത്യേകം അച്ചടിച്ചിരിക്കും. എന്താ കാരണം? സ്ഥലവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് ആ ഹോളിൽ കൃത്യമായിട്ട് എത്താൻ കഴിയണം. നമുക്ക് കൃത്യമായിട്ട് അറിയണം എവിടെ നടക്കുന്നുള്ളത്. കാരണം ഇപ്പോൾ ഒരു മഠത്തിൽ വെച്ച് നടക്കുന്നു വെച്ചാൽ മഠം തന്നെ തൃശ്ശൂർ കുറേ ഉണ്ട് വിചാരിക്കുക. ചില സ്ഥലത്ത് കുറേ സ്ഥലമുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഏതെങ്കിലും മഠത്തിൽ വെച്ച് നടക്കുന്നതെന്ന് വെച്ചാൽ ഏത് മഠം കൃത്യമായിട്ട് അറിയണം. കാരണം ബ്രഹ്മസ്വം മഠമുണ്ട്, തെക്കേ മഠമുണ്ട്, പാണ്ഡ്യ സമൂഹം മഠം, അങ്ങനെ പലതും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥലവും കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വിശേഷത സൂചിപ്പിക്കുന്ന വാക്യഭാഗങ്ങളിൽ മലയാളത്തിൽ നമ്മൾ എവിടെ എഴുതാറ് നിങ്ങൾക്കറിയോ? മലയാളത്തിൽ സമയത്തെ കുറിക്കുന്നതാണ് ആദ്യം എഴുതുക. കാരണം അതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം. അത് കഴിഞ്ഞാൽ സ്ഥലത്തെ കുറിക്കുന്നതായിരിക്കും. മിക്കവാറും സംഭവങ്ങളെ കുറിക്കുന്ന വാചകങ്ങൾ എഴുതുമ്പോൾ ആദ്യം സമയം, പിന്നെ സ്ഥലം, അങ്ങനെ തുടക്കത്തിലാണ് എഴുതുക. എന്നാൽ ഇംഗ്ലീഷിൽ നേരെ വിപരീത, ഏറ്റവും ഒടുവിലാണ് സമയത്തെ കുറിക്കുന്നത് എഴുതുക. കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ കിഴക്കരും അവർ പാശ്ചാത്യരുമാണ് അല്ലേ? നേരെ വിപരീതമായ സ്ഥലത്ത് താമസിക്കുന്നവർ കൊണ്ടാകാം, അറിഞ്ഞുകൂടാ. നമ്മൾ മുന്നിൽ വയ്ക്കുന്നത് സാധനം അവർ എപ്പോഴും വയ്ക്കുക, പിന്നിലാണ് വയ്ക്കുക. അതിനാണ് അവർക്ക് താല്പര്യം. അതൊരു പ്രത്യേകതയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ക്രിയാവിശേഷണ വാക്യം എവിടെയാണ് വയ്ക്കുക? വാചകത്തിൽ ഏറ്റവും, ഇംഗ്ലീഷിലാണെങ്കിൽ ഏറ്റവും ഒടുവിലാണ് വയ്ക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇത്തിരി മാറി വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ അവർക്ക് സ്ഥാനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സ്ഥാനം തെറ്റിയാൽ അർത്ഥം മാറും. പ്രത്യേകിച്ചും കർത്താവ് ക്രിയ കർമ്മം എന്നതിൻ്റെ സ്ഥാനം മാറാനേ പാടില്ല. നമ്മൾ ഉദാഹരണമായി ഇവിടെ നോക്കുക. ബോർഡിൽ എഴുതിയ 2 വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ആദ്യ വാചകം വായിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആരാണ് ചത്തത്? പാമ്പാണോ തവളയാണോ? നിങ്ങളുടെ മറുപടി തവള എന്നായിരിക്കും. ഇനി രണ്ടാമത്തെ വാചകം വായിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ചത്തത്? പാമ്പോ തവളയോ? തവള എന്നായിരിക്കും ഉത്തരം അല്ലേ? അപ്പോൾ ഈ 2 വാചകം വായിച്ചപ്പോഴും നിങ്ങൾക്ക് ഒരേ കാര്യമാണ് പിടികിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ 2 കാര്യവും ഒരേ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരേ സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ തവളയുടെ ആദ്യം ഇതിൽ തവള എവിടെ എഴുതിയിരിക്കുന്ന? ആദ്യ വാചകത്തിൽ രണ്ടാമത്തെ വാചകത്തിലോ തവള എഴുതിയിരിക്കുന്നത് ആദ്യം. പക്ഷേ അപ്പോൾ സ്ഥാനം മാറിക്കൊണ്ട്, ആ വാക്യഭാഗങ്ങളുടെ സ്ഥാനം മാറിക്കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് മനസ്സിലായി. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയാണോ? അല്ല. ഇംഗ്ലീഷിൽ സ്ഥാനത്തിന് അതിപ്രാധാന്യമുണ്ട്. നമുക്കത് വഴിയെ പഠിക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ട്രാൻസ്ലേഷൻ ഒരേ തരമാണോ വ്യത്യസ്ത തരമാണോ? നിങ്ങൾക്ക് സംശയം തോന്നോ? ഒരു തരത്തിലേ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇത് ഇംഗ്ലീഷിലെ വാക്യക്രമത്തിൽ അടക്കുകയാണെങ്കിൽ ആദ്യത്തെ വാക്യം അടക്കുന്നതും രണ്ടാമത്തെ വാക്യത്തിലെ വാക്യഭാഗങ്ങൾ അടക്കുന്നതും ഒരേപോലെയായിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം എന്തെഴുതണം? പാമ്പ് എന്ന് തന്നെ എഴുതണം. ആദ്യം പാമ്പ് എന്ന് തന്നെ എഴുതണം. രണ്ടാമത്, അതായത് ഇത് കാരണം സബ്ജക്റ്റ് പാമ്പാണ്. രണ്ടാമത് വിഴുങ്ങി എന്നത് എഴുതണം, കാരണം അതാണ് ക്രിയ. മൂന്നാമത് എന്തെഴുതണം? തവളയെ എന്നത് എഴുതണം, കാരണം അതാണ്. ഇതേ ക്രമത്തിൽ എഴുതാനാകൂ ഇംഗ്ലീഷ്. മനസ്സിലായ? ഇംഗ്ലീഷിൽ ആക്കണമെങ്കിൽ ഈ ക്രമത്തിൽ തന്നെ ഇംഗ്ലീഷ് പറയണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇംഗ്ലീഷിലാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും, അതായത് ഇത് സബ്ജക്റ്റാണ്, ഇതിൻ്റെ ഇംഗ്ലീഷ് സ്നേക്ക് എന്നാണ്, പാമ്പിന് ഇംഗ്ലീഷ് സ്നേക്ക് എന്നാണ്. ഈ വാക്യഭാഗത്തിന് വിഴുങ്ങി എന്നുള്ളതാണ് അതിൻ്റെ വെർബാണ്. അതിൻ്റെ ഇംഗ്ലീഷ് സോളോഡ് എന്നാണ്. അതെഴുതുക. ഇനി തവളയെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഫ്രോഗ് എന്നാണ്. അപ്പോൾ അതെഴുതുക. അപ്പോൾ കറക്റ്റായി. അപ്പോൾ പാമ്പ് തവളയെ വിഴുങ്ങി എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിലൊക്കെ? പാമ്പ് വിഴുങ്ങി തവളയെ എന്ന ക്രമത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. സ്നേക്ക് സോളോഡ് ഫ്രോഗ്. അപ്പോൾ ഇത് ആദ്യ വാചകത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഇത് തന്നെ, രണ്ടാമത്തെ വാചകത്തിൻ്റെയും ട്രാൻസ്ലേഷൻ ഇത് തന്നെയാണ്. ഒരു തരത്തിലേ പറ്റൂ, സ്ഥാനം മാറാൻ പാടില്ല, അത് നിർബന്ധം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് മാറ്റി നോക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഫ്രോഗ് ആദ്യം വെച്ച് വിചാരിക്കുക. ഫ്രോഗ് സോളോഡ്, ഫ്രോഗ് സോളോഡ് സ്നേക്ക് എന്നെഴുതി കഴിഞ്ഞാൽ ഈ വാചകത്തിൻ്റെ അർത്ഥം പാമ്പ് തവളയെ വിഴുങ്ങിയെന്നല്ല, തവള പാമ്പിനെ വിഴുങ്ങിയതാണ്. അപ്പോൾ സംഭവത്തിൻ്റെ നേരെ വിപരീത സംഭവമായിട്ട് വരും ഇതിങ്ങനെ ഇംഗ്ലീഷ് എഴുതിയ. അപ്പോൾ അങ്ങനെ എഴുതാൻ പാടില്ല, തെറ്റാണ്. ഈ വാചകം തെറ്റാണ്, അത് അങ്ങനെ എഴുതാൻ പാടില്ല. ഈ വാചകത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ മേൽ പറഞ്ഞ ഇത് ഇങ്ങനെ മാത്രമേ പറ്റൂ. ഇനി നമുക്ക് ഇതിൽ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് എന്നിവയാണുള്ളത്. എന്നാൽ നമുക്ക് ഇനി ക്രിയാവിശേഷമുള്ള വാചകം നോക്കാം. ഇന്നലെ എന്നൊരു അഡ്വർബും പാടത്ത് വെച്ച് എന്നൊരു അഡ്വർബും ഇതിൻ്റെ കൂടെ കൂടിയുണ്ടെന്ന് വിചാരിക്കുക. അതായത് സമയത്തെ കുറിക്കുന്ന ഒരു അഡ്വർബും സ്ഥലത്തെ കുറിക്കുന്ന ഒരു അഡ്വർബും ഇവിടെ ചേർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇന്നലെ പാടത്ത് വെച്ച് പാമ്പ് തവളയെ വിഴുങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ട്രാൻസ്ലേഷൻ വരിക? നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. അഡ്വർബുള്ള സ്ഥാനം ഏറ്റവും ഒടുവിലാണ് ഇംഗ്ലീഷിൽ വരിക നമ്മൾ പഠിച്ചു. അതിൻ്റെ റിവേഴ്സ് ക്രമത്തിൽ, അതായത് മലയാളത്തിൽ ആദ്യം സ്ഥലത്തെ കുറിക്കുന്നതായിരിക്കും, രണ്ടാമത് സ്ഥലത്തെ കുറിക്കുന്നതാണ്. അത് ഇംഗ്ലീഷിൻ്റെ ക്രമത്തിലേക്ക് വരുമ്പോൾ അവസാനം ആദ്യം സ്ഥലത്തെക്കുറിച്ചുള്ളത് വരും, പിന്നെ സമയത്തെക്കുറിച്ചുള്ളതാണ് വരിക എന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ പാമ്പ് വിഴുങ്ങി തവളയെ പാടത്ത് വെച്ചെന്നുള്ള ആദ്യം വരിക, ഇന്നലെ എന്നുള്ള രണ്ടാമത് വരിക. ഈ രണ്ട് അഡ്വർബുകൾ ആ ക്രമത്തിലാണ് വരിക. അപ്പോൾ സ്ഥലത്തെക്കുറിച്ചുള്ളത് ആദ്യം വരണം, ഏറ്റവും ഒടുവിലാണ് സമയത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ വരിക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ട്രാൻസ്ലേഷൻ തുടങ്ങാം. പാമ്പിൻ്റെ ട്രാൻസ്ലേഷൻ സ്നേക്കാണ്, വിഴുങ്ങി എന്ന വെർബിൻ്റെ ട്രാൻസ്ലേഷൻ സോളോഡാണ്, തവളയെ എന്ന ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്ലേഷൻ ഫ്രോഗാണ്, പാടത്ത് വെച്ച അഡ്വർബ് ഇൻ ദ ഫീൽഡ് എന്നാണ് വരിക. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് വരിക, അത് നമുക്ക് പിന്നീട് പഠിക്കാം. പിന്നെ ഇന്നലെ എന്നുള്ള അഡ്വർബ് ട്രാൻസ്ലേഷൻ യെസ്റ്റർഡേ എന്നാണ്. അപ്പോൾ ഇത് ഇന്നലെ പാടത്ത് വെച്ച് പാമ്പ് തവളയെ വിഴുങ്ങി എന്ന മലയാള വാചകം ഇംഗ്ലീഷിലാക്കുമ്പോൾ എന്താവും? സ്നേക്ക് സോളോഡ് ഫ്രോഗ് ഇൻ ദ ഫീൽഡ് യെസ്റ്റർഡേ. എ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആയി തീർന്നു. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ ശരിയായി. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വയം പരിശോധിക്കാൻ എങ്ങനെ മലയാള വാചകം ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് അത് പരിശോധിക്കാനായിട്ട് ഞാൻ കുറച്ച് മലയാള വാചകങ്ങൾ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ ആദ്യം തന്നെ അതിലെ വാക്യഭാഗങ്ങൾ കണ്ടെത്തുക, അതിനുശേഷം വാക്യഭാഗങ്ങളെ ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ അടക്കുക, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. വാക്യഭാഗങ്ങളുടെ തർജ്ജമ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മലയാള വാചകങ്ങളെ ഇംഗ്ലീഷിലേക്ക് എഴുതി അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. എനിക്കത് ചെക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പെർഫോമൻസ് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇത് വീഡിയോയുടെ നീളം കൂടിയ കാരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനിയും വാചകങ്ങളെ കുറിച്ച് നന്നായി പഠിക്കാം. അതുവരേക്ക് വിടാം. നന്ദി, നമസ്കാരം, ബായ്.